ഇവരൊക്കെ ആരാ? ഒരു കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് പ്രിയ പറഞ്ഞില്ലായിരുന്നോ? അതിനൊരു ശ്രമം നടത്തി നോക്കാന്ന് ഇവര് പറഞ്ഞപ്പോ ഇവരൊക്കെ ആരാ? ഒരു കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് പ്രിയ പറഞ്ഞില്ലായിരുന്നോ? അതിനൊരു ശ്രമം നടത്തി നോക്കാന്ന് ഇവര് പറഞ്ഞപ്പോ ഇതാ കുഞ്ഞ്. സംഗതി ശാരികയോട് ചെയ്യുന്നത് വലിയൊരു ചതിയാ. പിന്നെ വേറെ മാർഗമില്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ശ്രമം വിജയിച്ചെന്നിരിക്കും. പുതിയ ഉടുപ്പൊക്കെ മേടിച്ച് ഇടിയിപ്പിച്ച കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അങ്ങനൊരു സംശയം ഉണ്ടാവരുതല്ലോ. കുഞ്ഞിന്റെ അടുത്ത് തന്നെ ശാലിനി ഇപ്പോഴും ഉണ്ടാവണം. മെഡിസിന്റെ സെഡേഷൻ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. ഇനി അഥവാ സ്വന്തം കുട്ടിയല്ലെന്നെങ്ങാനും തിരിച്ചറിഞ്ഞാ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നോക്കാം പ്രിയ. വരൂ. എനിക്ക് എൻ്റെ മോളെ കാണണം. എനിക്ക് എൻ്റെ മോളെ കാണണം. എനിക്ക് എൻ്റെ മോളെ കാണണം. ശാലിനി, ശാലിനി, എൻ്റെ മോളെ കൊണ്ട് മോളെ, എൻ്റെ മോളെ എനിക്ക് കാണണം. ശാലിനി, ശാരികയെ വിളിക്ക്. കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറ. മോള്. ചേച്ചി, ശാരി ചേച്ചി. ശാരികെ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഇത് ശാരികയുടെ മോള് തന്നെയാ. മോള്. ശാലിനി, കുഞ്ഞിനെ ശാരികയുടെ അടുത്തേക്ക് കിടത്തിക്കോ. മോള്. മോളെ. എൻ്റെ മോള്. എൻ്റെ മോള്. ഭാമേ, ഞാനൊരു കാര്യം ചോദിച്ചാലേ എന്നോട് സത്യം പറയാവൂ? ആദ്യം ചോദ്യം എന്താണെന്ന് കേൾക്കട്ടെ. ഞാൻ ഈ വീട്ടിൽ ആരാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഒന്ന് അറിയാൻ വേണ്ടിയാ. നീ പറ, എന്റെ ഇവിടെ സാധനം എന്തുവാ? രാഘവട്ട, ദയവ് ചെയ്ത് വെറുതെ അതും ഇതും പറഞ്ഞ് എന്നോട് വഴക്കിന് വരല്ലേ. നിന്നെ ഞങ്ങളറിയില്ലല്ലോ വഴക്കിന് വരുന്നേ. ബാക്കിയുള്ളതൊക്കെ വഴക്കിന് വന്ന നീയല്ലേ? ഞാനോ? ഞാൻ എന്ത് വഴക്കുണ്ടാക്കിയെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? നീയേ ശാലിയെ തല്ലിയിറക്കി വിടുന്നത് കേട്ടല്ലോ. ഓ, അപ്പൊ അതായിരുന്നു രാഘവേട്ടന്റെ മനസ്സിലല്ലേ? ആ, അതിനായിരുന്നു ഈ വളച്ചിങ്ങനെ കെട്ടിക്കൊണ്ട് വന്നത്. ശാലിനെ തല്ലിയിറക്കിട്ടെ ഇവിടെ കയറരുതെന്ന് പറയാനേ നിനക്ക് എന്ത് കാര്യമായിരുന്നു? അവൾ ഇവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയാ. രാഘവേട്ട, അവളുടെ പേരിനി മിണ്ടി പോരുത്. ഒരു ഭാര്യ വന്നിരിക്കുന്നു, ഭാര്യ. അവള് ഭാര്യയല്ല, യക്ഷിയാ. യക്ഷി, ഭർത്താവിന്റെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷി. അതെ, മുമ്പൊരിക്കലേ നീ അവനെ അവളെ കൊണ്ട് ഇവിടെ ഇറക്കി വിട്ടതാ. അതിന്റെ പേരിൽ അവർ കുറച്ച് നാളുകൾ അലയുകയും ചെയ്ത്. ഇനി അതുപോലെ അവരോട് ഇറക്കി വിടാനും അവരോട് തലയാൻ ഞാൻ സമ്മതിക്കത്തില്ല.
രാഘവേട്ട, രാഘവേട്ടൻ കാര്യങ്ങൾ അറിയാതെയാ സംസാരിക്കുന്നത് കേട്ടോ. ഏ ഒരാളുടെ മനസ്സിലിരിപ്പേ അറിയാനുള്ള കഴിവൊന്നും രാഘവേട്ടനില്ലല്ലോ. നിനക്കുണ്ടാ? ആ, എനിക്കുണ്ട്. ആഹാ. പിശാചുക്കളെ തിരിച്ചറിയാനുള്ള കഴിവേ ആ കഴിവ് എനിക്കുള്ളത് കൊണ്ടാ കളക്ടർ മരുമകളുടെ തനി നിറം ഞാൻ മനസ്സിലാക്കിയത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ അവളെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കി വിട്ടതും. ഇനി അവൾക്ക് വേണ്ടി ഒരാളും വക്കാലത്തുമായിട്ട് എന്റെ മുന്നിലേക്ക് വരണ്ട. വന്നിട്ട് ഒരു കാര്യമില്ല. ഓ, സത്യഭാമയ്ക്ക് അറിയാം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന്. നിക്ക്. ഓ, നിനക്ക് 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 വട്ട മുഴുത്ത വട്ട്. എന്റെ ഫോൺ ഞാനേ ശാലിനെ വിളിക്കട്ടെ, എനിക്ക് സംസാരിക്കണം. ഇങ്ങോട്ട് തന്നെ. നിങ്ങൾ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ അവളെ ഇവിടെ കേറ്റത്തില്ല. നിങ്ങളെങ്ങാനും അവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന ആ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എന്നെ നിങ്ങൾ എന്നാ ഇനി കാണുകയില്ല. കളക്ടർ ശാലിനി പേരിനി ഇവിടെ മിണ്ടി പോരുത്. ഒരു തരത്തിലും ഇവിടെ സമാധാനം തരത്തില്ല. വാശിയും വൈരാഗ്യവും പകയും കൊണ്ട് അവള് നടക്കുന്നേ. എല്ലാരും അടിച്ചിറക്കിട്ട് ഇവിടെന്തോ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നു. എന്റെ ഭഗവാനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നേന്ന്. നിനക്ക് എവിടെ കണ്ടില്ലല്ലോ, കുറെ നേരം ആയല്ലോ. ഇപ്പൊ വരും. അല്ല, കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അതിന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞില്ലേ? അത് കാര്യമാക്കണ്ട. വെയിറ്റിംഗ് ചാർജ് പ്രത്യേകം തരാം. എന്നാ കുഴപ്പമില്ല, അത് മതി. ചക്കരേ. കമല, ഇവർക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്ക. വാ, നടക്കാം. ചേച്ചിയെ ചതിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാ ഇപ്പൊ ഇവിടെ നടന്നത്. അത് കാര്യമാക്കണ്ട, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതി ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം എനിക്കിപ്പോ എതിരായിട്ട് വന്നുകൊണ്ടിരിക്കും.